പ്രിയപ്പെട്ട കുട്ടികളെ, സ്റ്റാറ്റിസ്റ്റിക്സിലെ 8ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു ചെറിയൊരു പോർഷൻസ് കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്നുള്ളത് ബാക്കിയുണ്ട്. അത് നിങ്ങൾക്ക് അധ്യാപകർ നേരിട്ട് ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിപ്പിക്കുന്നതായിരിക്കും. കാരണം അത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഇത് ഭാഗമായതുകൊണ്ട് ഞാനത് ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കുന്നതായിരിക്കും നിങ്ങൾക്ക്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 9ാമത്തെ ചാപ്റ്ററാണ്, അതായത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തീസിസ്. അപ്പോൾ ഈ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പലതരം കമ്പനികളുണ്ട്. ഈ പലതരം കമ്പനികൾ പലതരം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോഴെല്ലാം അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു സ്പെസിഫിക്കേഷൻ അവർ വെക്കും. അതായത് ഇന്ന പ്രൊഡക്റ്റ് ഇന്ന സ്പെസിഫിക്കേഷൻ തന്നെ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണമെന്ന് വെക്കും. അത് കാർ നിർമ്മാണത്തിൻ്റെ ഒരു ഫാക്ടറി ആണെങ്കിലും, മൊബൈൽ നിർമ്മാണത്തിൻ്റെ ഒരു ഫാക്ടറി ആണെങ്കിലും, അതേപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആണെങ്കിലും ഒക്കെ ഫസ്റ്റിൽ തന്നെ അവർ ചെറിയൊരു സ്പെസിഫിക്കേഷൻ വെക്കും. അത് ചിലപ്പോൾ അളവിലായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിലായിരിക്കും. അങ്ങനെ പലതരം സ്പെസിഫിക്കേഷൻ വെക്കും. ഉദാഹരണത്തിന്, ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ഉണ്ടാക്കുന്ന ഒരു കമ്പനി 1 ലിറ്ററിൻ്റെ ബോട്ടിലിൽ സോഫ്റ്റ് ഡ്രിങ്ക് നിറക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഇതിപ്പോൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക് നിറക്കുന്നത് മാനുവലായിട്ടല്ല, മിഷൻ വെച്ചിട്ടാണ് അത് നടക്കുന്നത്. അപ്പോൾ ഇത് സോഫ്റ്റ് ഡ്രിങ്ക് നിറക്കുമ്പോൾ മിഷൻ വെച്ചിട്ട് നടക്കുന്നതാണ്. അപ്പോൾ വളരെ കൃത്യമായിരിക്കുമോ അല്ലയോ എന്ന് നമുക്ക് അത് അളന്നാലേ പറയാൻ പറ്റൂ. ചില സമയത്ത് അത് 1 ലിറ്റർ കറക്റ്റായിട്ടുണ്ടാവും. ചിലപ്പോൾ ചെറിയ വ്യത്യാസത്തിന് 1 ലിറ്റർ കുറവായിരിക്കും, അല്ലെങ്കിൽ 1 ലിറ്റർ കൂടുതലായിരിക്കും. അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അത് മെഷീനിൽ ആണ് പെർഫെക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവും. നമ്മൾ മാനുവലായിട്ട് നടക്കുന്നെങ്കിൽ എന്തായാലും അത് കൂടുതലോ കുറവായിട്ടോ എന്തായാലും വരും. മെഷീനാകുമ്പോൾ നമുക്ക് പോയിൻറ്റിൻ്റെ വളരെ ചെറിയൊരു അംശത്തിനും കറക്റ്റാക്കി വെക്കാൻ പറ്റും. പക്ഷേ മാനുവലായിട്ട് ചെയ്യുമ്പോൾ അത്ര വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്ന വിചാരിച്ചോളൂ. അപ്പം നമുക്ക് ഇവിടെ ടെസ്റ്റിംഗ് ചെയ്യണം. അതായത് 1 ലിറ്റർ സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിലിൽ അത് 1 ലിറ്റർ ഡ്രിങ്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഐറ്റംസ് 1 ലിറ്റർ ഉണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് പരിശോധിക്കുന്നത്? അതായത് 2 തരത്തിൽ നമ്മളത് അതിനെ സ്പെസിഫൈ ചെയ്യും. ഒന്ന് നൾ ഹൈപ്പോത്തീസിസും എന്നും, പിന്നെ ഒന്ന് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് എന്ന് പറയും. ഈ നൾ ഹൈപ്പോത്തീസിസ് പറഞ്ഞാൽ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ ആവറേജ്, എല്ലാ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ ഓരോ ബോട്ടിലുള്ള സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ അളവിൻ്റെ ശരാശരി എന്ന് പറയുന്നത് 1 ലിറ്റർ ആണ് എന്ന് അസ്യൂം ചെയ്യും. അത് നൾ ഹൈപ്പോത്തീസിസ് എന്ന് പറയും. നമുക്കത് ഇനി അത് പരിശോധിക്കേണ്ടത് അത് 1 ലിറ്റർ ആണോ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നെഗേഷൻ എന്താണ്? അതിലുള്ളത് 1 ലിറ്റർ അല്ല. അതായത് ഈ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ ബോട്ടിലുള്ള അളവും ഡ്രിങ്ക്സിൻ്റെ അളവ് 1 ലിറ്റർ അല്ല എന്ന് വെച്ചാൽ ഡ്രിങ്ക് 1 ലിറ്റർ അല്ല എന്നാണ്. ചിലപ്പോൾ അത് കൂടാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുറയാനും സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഇതിനെ പറയുന്നതാണ് ടെസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ഇതിനെയാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്, ഹൈപ്പോത്തീസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടെസ്റ്റിങ്ങിൽ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നൾ ഹൈപ്പോത്തീസിസ് എന്താണോ ടെസ്റ്റ് ചെയ്യുന്നത് അത് നൾ ഹൈപ്പോത്തീസിസ്, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അത് നൾ ഹൈപ്പോത്തീസിസ് ആക്സെപ്റ്റ് ചെയ്താൽ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് എന്തായിരിക്കും? റിജക്റ്റ് ചെയ്യും. അതായത് ഒന്നിൻ്റെ നെഗേഷനാണ് മറ്റൊന്ന്. ഇനി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തീസിസ് എന്താണെന്ന് നോക്കാം. എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തീസിസ് ആൻ അസംഷൻ എബൌട്ട് അൺനോൺ പോപ്പുലേഷൻ പാരാമീറ്റർ ഓർ ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത് അൺനോൺ പോപ്പുലേഷൻ പാരാമീറ്ററിനെ പറ്റി, അതായത് പോപ്പുലേഷൻ പാരാമീറ്റർ, അറിയാത്ത പോപ്പുലേഷൻ പാരാമീറ്ററിനെ പറ്റിയിട്ടുള്ള ഒരു അസംഷനാണ്. നമുക്ക് പോപ്പുലേഷൻ പാരാമീറ്ററിനെ പറ്റിയിട്ടുള്ള ഒരു അസംഷനാണ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. ദ അസംഷൻ മേ ഓർ മേ നോട്ട് ബി ട്രൂ. ഈ അസംഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ട്രൂ ആയിരിക്കും, ചിലപ്പോൾ ഫാൾസ് ആയിരിക്കും. അപ്പോൾ
ഇപ്പം നേരത്തെ പറഞ്ഞതിൽ പാരാമീറ്റർ എന്ന് പറയുന്നത് ശരാശരി, അതായത് ബോട്ടിലുള്ള ഡ്രിങ്ക്സിൻ്റെ ആവറേജ് ഈക്വൽ ടു 1 ലിറ്റർ, അതായത് എക്സ് ബാർ ഈക്വൽ ടു 1 ലിറ്റർ. അതിൻ്റെ നെഗേഷൻ എന്താണ്? ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് എന്താണ്? എക്സ് ബാർ നോട്ട് ഈക്വൽ ടു 1 ലിറ്റർ എന്നാണ്. അപ്പോൾ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തീസിസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇനി അതിൽ തന്നെ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നൾ ഹൈപ്പോത്തീസിസ് ഉണ്ട്, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് ഉണ്ട്. The hypothesis actually to be tested is referred to as null hypothesis. അപ്പോൾ എന്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്? അതിനെ ശരിക്കും പറയുന്നത് നൾ ഹൈപ്പോത്തീസിസ് എന്നാണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? H0 എന്ന അക്ഷരം കൊണ്ടാണ്. നൾ ഹൈപ്പോത്തീസിസ് ഈസ് ദ ക്ലെയിം ഓഫ് നോ ഡിഫറൻസ്. ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ബി ട്രൂ അൺലെസ് ദർ ഈസ് സ്ട്രോങ് സ്റ്റാറ്റിസ്റ്റിക്കൽ എവിഡൻസ് ടു റിജക്റ്റ് ഇറ്റ്. അപ്പോൾ ഡിഫറൻസ് ഇല്ല, അതായത് 1 ലിറ്റർ ആണ് ഉള്ളത്. ഇതിലെ ശരാശരി ഡ്രിങ്ക്സിൻ്റെ അളവ് 1 ലിറ്ററാണ്, അതിൽ 1 ലിറ്ററിൽ നിന്നുള്ള ഡിഫറൻസ് ഇല്ല. അത് നൾ ഹൈപ്പോത്തീസിസ് ആണ്. ഇനി ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസിനെ സൂചിപ്പിക്കുന്ന അക്ഷരം H1 ആണ്. അതെന്തായിരിക്കും? ദ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് ഈസ് ദ നെഗേഷൻ ഓഫ് ദ നൾ ഹൈപ്പോത്തീസിസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് പറഞ്ഞാൽ നൾ ഹൈപ്പോത്തീസിസിൻ്റെ നെഗേഷനാണ്, നെഗറ്റീവാണ്, വിപരീതമാണ്. ദ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് ഈസ് ദ ക്ലെയിം ഓഫ് ഡിഫറൻസ് ഇൻ ദ പോപ്പുലേഷൻ. ആൾട്ടർനേറ്റീവ് മറ്റേത് നോ ഡിഫറൻസ് എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇതാണെങ്കിലോ ഡിഫറൻസ് ഇൻ ദ പോപ്പുലേഷൻ. ഇത് ഡിഫറൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ബി ട്രൂ വെൻ ദ നൾ ഹൈപ്പോത്തീസിസ് ഫാൾസ്. ഉദാഹരണത്തിന് ഇൻ ദ ബോട്ട്ലിംഗ് പ്ലാന്റ് പ്രോബ്ലം ഡിസ്കസ്ഡ് എബോവ് ദ നൾ ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് ആർ. അപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ബോട്ട്ലിംഗ് പ്ലാന്റ് പ്രോബ്ലം ഉണ്ടല്ലോ, അതിൽ നൾ ഹൈപ്പോത്തീസിസും ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസും എന്താണെന്ന് നോക്കാം. നൾ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത് H0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ ആവറേജ് ക്വാണ്ടിറ്റി ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക് ഇൻ ദ ബോട്ടിൽ ഈസ് ഈക്വൽ ടു 1 ലിറ്റർ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എക്സ് ബാർ ഈക്വൽ ടു 1 ലിറ്ററിന്, അതായത് ആവറേജ് ക്വാണ്ടിറ്റി ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക് ഇൻ ദ ബോട്ടിൽ ഈസ് ഈക്വൽ ടു 1 ലിറ്റർ. H1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്, അതായത് ദ ആവറേജ് ക്വാണ്ടിറ്റി ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക് ഇൻ ദ ബോട്ടിൽ ഈസ് നോട്ട് ഈക്വൽ ടു 1 ലിറ്റർ. ഈ നോട്ട് ഈക്വൽ ടു എന്നുള്ളത് നമുക്ക് 2 തരത്തിലാവാൻ പറ്റും. ഗ്രേറ്റർ ദാൻ ആവാൻ പറ്റും, ലെസ് ദാനും ആവാൻ പറ്റും. അപ്പോൾ നൾ ഹൈപ്പോത്തീസിസ് പറഞ്ഞാൽ എന്തായിരിക്കും? ദ നൾ ഹൈപ്പോത്തീസിസ് ഈസ് സിംബിളൈസ്ഡ് ബൈ H0 is the hypothesis which is actually to be tested. It is the hypothesis which states that there is no difference between a parameter and a specified value of a parameter. അപ്പോൾ പാരാമീറ്ററിനും അതിൻ്റെ സ്പെസിഫൈഡ് വാല്യൂവിനും തമ്മിൽ വ്യത്യാസമില്ല എന്നാണ് H0 പറയുന്നത്. പക്ഷേ H1 ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിൽ എന്താ പറയുന്നത്? ദ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് ഡിനോട്ടഡ് ബൈ H1 ഈസ് ദ നെഗേഷൻ ഓഫ് ദ നൾ ഹൈപ്പോത്തീസിസ്. എന്ന് വെച്ചാൽ നൾ ഹൈപ്പോത്തീസിസിൻ്റെ നെഗേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ആണ് എന്താണ്? ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ്. ഇറ്റ് ഈസ് ദ ഹൈപ്പോത്തീസിസ് വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ദർ എക്സിസ്റ്റ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പാരാമീറ്റർ ആൻഡ് ദ സ്പെസിഫൈഡ് വാല്യൂ ഓഫ് ദ പാരാമീറ്റർ. അപ്പോൾ ഇവിടെ പറയുന്നത് പാരാമീറ്ററും സ്പെസിഫൈഡ് വാല്യൂ ഓഫ് ദ പാരാമീറ്ററിൻ്റെ സ്പെസിഫൈഡ് വാല്യൂവിനും ഡിഫറൻസ് ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. നേരത്തെ ഇല്ല എന്നാണ് പറയുന്നത്. ഇനി ടൈപ്പ് 1 ടൈപ്പ് 2 എറർ ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട വാട്ട് ഈസ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ടൈപ്പ് 1 ടൈപ്പ് 2 എററും എന്താണെന്ന് നോക്കണം. ഈ ടൈപ്പ് 1 എറർ ഒക്കേഴ്സ് ഇഫ് യു റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തീസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. അപ്പോൾ നൾ ഹൈപ്പോത്തീസിസിൽ പറയുന്ന കാര്യം ട്രൂ ആണ്, എന്നിട്ട് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത് അതിന്. അങ്ങനെയുള്ള കേസിൽ എന്ത് വരും? ടൈപ്പ് 1 എറർ വരും. അപ്പോൾ ടൈപ്പ് 1 എറർ ഒക്കേഴ്സ് ഇഫ് യു റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തീസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. If you reject the null hypothesis when it is true, then type 1 error occurs. Type 2 error, a type 2 error occurs if you do not reject the null hypothesis when it is false. ഇപ്പോൾ ഡു നോട്ട് റിജക്റ്റ് എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തീസിസ് വെൻ ഇറ്റ് ഈസ് ഫാൾസ്. അതായത് ആ നൾ ഹൈപ്പോത്തീസിസ് ഫാൾസ് ആകുമ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡു നോട്ട് റിജക്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ടൈപ്പ് 2 എററാണ്. ഡു നോട്ട് റിജക്റ്റ് തന്നെ പറയണം, ആക്സെപ്റ്റ് എന്ന് പറഞ്ഞുകൂടാന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. അടുത്തത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൻഡ് പവർ ഓഫ് എ ടെസ്റ്റ്. ഈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ആൽഫ എന്ന അക്ഷരം കൊണ്ടാണ്. ഇതിനെ സൂചിപ്പിക്കുന്നത് ആൽഫ എന്നാണ് ഇതിനെ വായിക്കുന്നത്. ഇതിനെ വായിക്കുന്നത് ആൽഫ ഈക്വൽ ടു probability of reject H0 when H0 is true. Reject H0 when H0 is true എന്ന് പറയുന്നത് എന്തായിരിക്കും? ടൈപ്പ് 1 എറർ. അപ്പോൾ ടൈപ്പ് 1 എററിൻ്റെ പ്രൊബിലിറ്റിനെയാണ് ആൽഫ എന്ന് പറയുന്നത്.
ടൈപ്പ് 1 എററിൻ്റെ പ്രൊബബിലിറ്റിയെയാണ് ആൽഫ എന്ന് പറയുന്നത്. ഈ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ടെസ്റ്റിംഗ് എ ഗിവൺ hypothesis, the maximum probability which we would willing to take risk is called level of significance or significance level of a test. അതായത് വേറെ വാക്കിലും, in other words, significance level is the probability of rejecting H0 when H0 is true. അതായത് probability of type 1 error. ആൽഫ എന്ന് പറഞ്ഞാൽ level of significance എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ ഈക്വൽ ടു probability of type 1 error. ഇനി the probability of type 2 error ഈസ് ഡിനോട്ടഡ് ബൈ ദ ഗ്രീക്ക് ലെറ്റർ ബീറ്റ. അപ്പോൾ ടൈപ്പ് 2 എററിൻ്റെ പ്രോബിലിറ്റിനെ നമ്മൾ ബീറ്റ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് വിചാരിക്കാം. അപ്പോൾ ബീറ്റ എന്തായിരിക്കും? ബീറ്റ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ. പ്രോബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബിലിറ്റി ഓഫ് ആക്സെപ്റ്റ് H0 വെൻ H0 ഈസ് ഫാൾസ്. ആക്സെപ്റ്റ് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടില്ല, ഡു നോട്ട് റിജക്റ്റ്. ഡു നോട്ട് റിജക്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ. പ്രോബിലിറ്റി ഓഫ് ഡു നോട്ട് റിജക്റ്റ് H0 വെൻ H0 ഈസ് ഫാൾസ്. ടൈപ്പ് 2 എറർ ഈസ് committed when a wrong decision is taken in accepting a false null hypothesis. The power of a test is the probability of rejecting a null hypothesis when it is false. അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? probability of reject H0 when H0 is false. അപ്പോൾ എന്തായിരിക്കും അത് ബീറ്റ 1 നിന്ന് ബീറ്റ കുറക്കണം. എന്തുകൊണ്ടാണ്? റിജക്റ്റ് H0. നേരത്തെ ആക്സെപ്റ്റ് H0 എന്തെന്ന് ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് ആക്സെപ്റ്റ് H0 വെൻ H0 ഈസ് ഫാൾസ് ബീറ്റയാണ്. അപ്പോൾ റിജക്റ്റ് H0 എന്തായിരിക്കും? റിജക്റ്റ് H0 പറഞ്ഞാൽ 1 മൈനസ് ബീറ്റ ആയിരിക്കും. എന്ന് വെച്ചാൽ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ആക്സെപ്റ്റ് H0 വെൻ H0 ഈസ് ഫാൾസ് ആയിരിക്കും. ദാറ്റ് ഈസ് 1 മൈനസ് ബീറ്റ. അപ്പോൾ പവർ ഓഫ് എ ടെസ്റ്റ് പറഞ്ഞാൽ 1 മൈനസ് ബീറ്റ. ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബിലിറ്റി ഓഫ് ആക്സെപ്റ്റ് H0 വെൻ H0 ഈസ് ഫാൾസ്. അതായത് 1 മൈനസ് P of type 2 error beta, 1 minus beta. അതാണ് എന്താണ്? പവർ ഓഫ് എ ടെസ്റ്റ്. അപ്പോൾ ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഈസ് ദ മാക്സിമം പ്രോബിലിറ്റി ഓഫ് എ കമ്മിറ്റിംഗ് ടൈപ്പ് 1 എറർ. ദിസ് ഈസ് ഡിനോട്ടഡ് ബൈ ഗ്രീക്ക് ലെറ്റർ ആൽഫ. ആൽഫ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. ദ പവർ ഓഫ് എ ടെസ്റ്റ് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് H0 വെൻ ഇറ്റ് ഈസ് ഫാൾസ്. ഇറ്റ് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് നോട്ട് കമ്മിറ്റിംഗ് എ ടൈപ്പ് 2 എറർ. അതായത് ടൈപ്പ് 2 എറർ കമ്മിറ്റ് ചെയ്യാതിരിക്കാനുള്ള ഇതാണ് പ്രോബിലിറ്റിയാണ്. എന്ന് വെച്ചാൽ പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് പറയുന്നത്. പവർ ഓഫ് എ ടെസ്റ്റ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് റിജക്ട് H0 വെൻ H0 ഈസ് ഫാൾസ്. ദാറ്റ് ഈസ് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ആക്സെപ്റ്റ് H0 വെൻ H0 ഈസ് ഫാൾസ്. ദാറ്റ് ഈസ് 1 മൈനസ് ബീറ്റ എന്ന് പറയും. ഇനി ക്രിട്ടിക്കൽ റീജിയൻ എന്തെന്ന് നോക്കാം. ക്രിട്ടിക്കൽ റീജിയൻ. ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഫോളോസ് സം പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ ടെസ്റ്റ്. The area under the probability curve of the test statistic is divided into 2 regions, the region of rejection and region of acceptance. അപ്പോൾ ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിക്കാറുണ്ട്. ആ സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെയൊക്കെ അതിൻ്റെ ഇൻ എ ടെസ്റ്റ് the area under the probability curve of the test statistic is divided into 2 regions. അതായത് ഒരു ടെസ്റ്റിൽ ഇതിൻ്റെ ഏരിയ അണ്ടർ ദ പ്രോബിലിറ്റി കർവ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ആക്സെപ്റ്റൻസ് റീജിയനും മറ്റൊന്ന് റിജക്ഷൻ റീജിയനാണ്. റിജക്ഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റീജിയൻ ഓഫ് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ റിജക്ഷൻ റീജിയൻ ഈസ് ദ റീജിയൻ ഇൻ വിച്ച് ദ നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റഡ്. നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യുന്നതിനാണ് റിജക്ഷൻ റീജിയൻ എന്ന് പറയുന്നത്. The region of rejection is called the critical region. That is, the critical region is the area of the sampling distribution of the test statistic that will lead to the rejection of the hypothesis tested. The area of the critical region is equal to the level of significance alpha. അപ്പോൾ റിജക്ഷൻ റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? ആൽഫയാണ്. ദ ഏരിയ ഓഫ് ക്രിട്ടിക്കൽ റീജിയൻ ആണ്. ദ region of acceptance. The acceptance region is the area in which we take decision to accept the null hypothesis. The value which separates the critical region acceptance region is called critical value. അപ്പോൾ ഈ റിജക്ഷൻ റീജിയനെയും അതേപോലെ ആക്സെപ്റ്റൻസ് റീജിയനെയും വേർതിരിക്കുന്ന ആ പോയിന്റ് ഉണ്ടാവുമല്ലോ, അതിനെ ക്രിട്ടിക്കൽ വാല്യൂ എന്നാണ് പറയുന്നത്. ഇവിടെ ഫിഗറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ആക്സെപ്റ്റൻസ് റീജിയൻ ഉണ്ട്, അതേപോലെ റിജക്ഷൻ റീജിയൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതിനെ തമ്മിൽ വേർതിരിക്കുന്ന ആ പോയിന്റിനെ പറയുന്നത് ക്രിട്ടിക്കൽ വാല്യൂ.
ഇതൊക്കെ അങ്ങനെ നിങ്ങൾ ബാക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊന്നല്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ദ ക്രിട്ടിക്കൽ റീജിയൻ ഇസ് ദ റേഞ്ച് ഓഫ് വാല്യൂസ് ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദർ ഈസ് സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ആൻഡ് ദ നൾ ഹൈപ്പോത്തിസിസ് ഷുഡ് ബി റിജക്റ്റഡ്. അതായത് ഡിഫറൻസ് ഇല്ല എന്നാണ് നൾ ഹൈപ്പോത്തിസിസ് പറയുന്നത്. അപ്പോൾ ഇത് സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ഉള്ളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ എന്തെന്ന്, നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യുന്നതിനെയാണ്. അപ്പോൾ അതാണ് എന്തെന്ന് ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ റിജക്ഷൻ റീജിയൻ ആണ്. ദ വാല്യൂ വിച്ച് സെപ്പറേറ്റ്സ് ദ ക്രിട്ടിക്കൽ റീജിയൻ ആൻഡ് ദ ആക്സെപ്റ്റൻസ് റീജിയൻ ഈസ് കോൾഡ് ക്രിട്ടിക്കൽ വാല്യൂ. One-tailed and two-tailed test. Let us consider the null hypothesis and alternative hypothesis for testing the mean mu of a population as follows. ഇവിടെ നൾ ഹൈപ്പോത്തിസിസ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും ഡിഫൈൻ ചെയ്തിട്ടുണ്ട് വിചാരിക്കുക. അതായത് മ്യൂവിനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. എച്ച് നോട്ട് മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട്. അതായത് എച്ച് നോട്ട് നൾ ഹൈപ്പോത്തിസിന് മ്യൂവിനെ ടെസ്റ്റ് ചെയ്യുന്നതോടെ അത് മ്യൂ നോട്ട് എന്നാണ് പറയുന്നത്. മ്യൂ ഈക്വൽ ടു മ്യൂവിൻ്റെ വില മ്യൂ നോട്ടാണെന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. അതിന് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്തായിരിക്കും, H1 മ്യൂ. അത് 3 കേസ് ഉണ്ട്. അതായത് മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് എന്ന് പറയാം H1. വേറൊരു H1 എന്തായിരിക്കും, മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് എന്ന് പറയാം. അതായത് 3 കേസുകൾ വരും H1. ഇവിടെ ക്രിട്ടിക്കൽ വാല്യൂ കാണിച്ചിട്ടുണ്ട്, ആക്സെപ്റ്റൻസ് റീജിയൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്ക്, ഇവിടെ മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ടെയിലാണ് വരുന്നത്. അതായത് ഇടത്ത വശത്താണ് ക്രിട്ടിക്കൽ റീജിയൻ വരുന്നത്. മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട്. മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് പറയുമ്പോൾ വലതുവശത്താണ് വരേണ്ടത്. മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് പറയുമ്പോൾ 2 സൈഡിലും ഉണ്ടാകും. ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ട് ഇവിടെ നോക്കൂ, ഇവിടെ മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ടല്ല H1. അപ്പോൾ അതിൽ ക്രിട്ടിക്കൽ റീജിയൻ വരുന്നത് വലതുവശത്താണ്. ഇനി ഇതിനെ പറയുന്നത് ലെഫ്റ്റ് ടൈൽഡ് എന്ന് പറയും, ഇതിനെ റൈറ്റ് ടൈൽഡ് എന്ന് പറയും. വൺ ടൈൽഡ് ആണ് ആക്ച്വലി. വൺ ടൈൽഡ് പറഞ്ഞാൽ ലെഫ്റ്റ് ടൈലും ആവും റൈറ്റ് ടൈലും ആവും. ഇത് 2 ടൈലാണ്, 2 വശത്തുണ്ട്. H നോട്ട് മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് ആൻഡ് H1 മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ടാണ്. അത് 2 വശത്തും ക്രിട്ടിക്കൽ റീജിയൻ വരും. റിജക്ഷൻ റീജിയൻ 2 വശത്തും വരും. അതാണ് ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് ആയതുകൊണ്ടാണ്. അപ്പോൾ എ വൺ ടൈൽഡ് ടെസ്റ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റഡ് വെൻ ദ വാല്യൂ ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് ഇൻ ദ ക്രിട്ടിക്കൽ റീജിയൻ ഓൺ വൺ സൈഡ് ഓഫ് ദ ക്രിട്ടിക്കൽ വാല്യൂ. എ വൺ ടൈൽഡ് ടെസ്റ്റ് ഈസ് ഐദർ എ റൈറ്റ് ടൈൽഡ് ഓർ ലെഫ്റ്റ് ടൈൽഡ് ടെസ്റ്റ്. അതായത് നമ്മളിപ്പോൾ കണ്ടത് തന്നെയാണ്. അതായത് ഒരു വശത്ത് മാത്രമാണ് വൺ ടൈൽഡ് ടെസ്റ്റിന് ഉണ്ടാകുന്നത്. അത് ചിലപ്പോൾ ലെഫ്റ്റ് ടൈലായിരിക്കും അല്ലെങ്കിൽ റൈറ്റ് ടൈലായിരിക്കും. എ ടു ടൈൽഡ് ടെസ്റ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റഡ് വെൻ ദ വാല്യൂ ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് ഇൻ ഐദർ ഓഫ് ദ 2 റീജിയൻ ക്രിട്ടിക്കൽ റീജിയൻ. അപ്പോൾ 2 ടൈൽഡ് ടെസ്റ്റിൽ ഈ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് 2 സൈഡായിട്ട് ഉണ്ടാവും. ഇനി ടെസ്റ്റിങ്ങിന് പ്രധാനമായിട്ട് 5 സ്റ്റെപ്പുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, സ്റ്റേറ്റ് ദ ഹൈപ്പോത്തിസിസ്. അതായത് നൾ ഹൈപ്പോത്തിസിസും ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും സ്റ്റേറ്റ് ചെയ്യണം, പറയണം. സ്റ്റെപ്പ് 2 ഡിറ്റർമൈൻ ദ അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. നമ്മളെ ടെസ്റ്റിന് വേണ്ട ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഏതാണെന്ന് നമ്മൾ നോക്കണം. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് സെഡ് ഉണ്ട്, ടി സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട്, സെഡ് സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട്, പിന്നെ കൈ-സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, എഫ് സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട്. അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പ് സെറ്റ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൻഡ് ദ ക്രിട്ടിക്കൽ റീജിയൻ. അപ്പോൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ എത്ര എന്നുള്ളത് ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും, അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യണം. ആൻഡ് ക്രിട്ടിക്കൽ റീജിയൻ എത്രയാണെന്നുള്ളത് നമ്മൾ എഴുതണം. കമ്പ്യൂട്ട് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് യൂസിങ് ദ സാമ്പിൾ ഡാറ്റ ഒബ്റ്റൈൻഡ്. അപ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വില നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കണം. മേക്ക് ദ ഡിസിഷൻ. 5ാമത്തെ ഡിസിഷൻ ഉണ്ടാക്കണം. അതായത് ഈ സെറ്റ് ദ ലെവൽ ഓഫ് മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കിക്കോളൂ. സെറ്റ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൻഡ് ക്രിട്ടിക്കൽ റീജിയൻ. ഇവിടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രിട്ടിക്കൽ റീജിയൻ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ നിന്ന് കിട്ടും. ആൽഫയും കിട്ടും, അതിൻ്റെ വിലയും ടേബിൾ വാല്യൂയും കിട്ടും. ആൽഫയെ തന്നിരിക്കുന്ന ആൽഫയ്ക്ക് ക്രിട്ടിക്കൽ റീജിയനിൻ്റെ വില എന്ന് വെച്ചാൽ ഏരിയ അണ്ടർ ദ പ്രോബബിലിറ്റി കർവ്, അത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ നിന്ന് നമുക്ക് ലഭിക്കും. മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ നിന്ന് എടുക്കേണ്ടതാണ്. ആ ടേബിളിൽ നിന്ന് കിട്ടിയ വിലയും നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വിലയും തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവും. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പ് സ്റ്റേറ്റ് ദ ഹൈപ്പോത്തിസിസ്.
അവിടെ H0 എന്തെന്നിൽ ഡിഫൈൻ ചെയ്യുക, H1 എന്തെന്നും ഡിഫൈൻ ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാകും. കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. രണ്ടാമത്തത് ഡിറ്റർമൈൻ ദ അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് സ്റ്റാറ്റിക്. ഇവിടെ നമുക്ക് വേണ്ട ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്ന് നമ്മൾ തീരുമാനിക്കുക. മൂന്നാമത്തത് സെറ്റ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൻഡ് ക്രിട്ടിക്കൽ റീജിയൻ. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്ര, ആൽഫ എത്ര എന്നുള്ളത് 0.05, 5% ആണെങ്കിൽ 0.05, 1% ആണെങ്കിൽ 0.01. അതിൻ്റെ വില ടേബിൾ വാല്യൂസ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ നിന്ന് ലഭിക്കും. അടുത്തത് കമ്പ്യൂട്ട് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വില കണ്ടുപിടിക്കുക തന്നിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ചിട്ട്. അടുത്തത് മേക്ക് ദ ഡിസിഷൻസ് ഉണ്ടാക്കാം. ഇത്ര കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 5 സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മളൊരു ചോദ്യം ചെയ്യേണ്ടത്. ടെസ്റ്റിങ്ങിൻ്റെ ഒരു ചോദ്യം ചെയ്യുമ്പോൾ ഈ 5 സ്റ്റെപ്പുകളിലൂടെ നമ്മൾ കടന്നു പോകും. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഇതൊന്നും കാണാതെ പഠിക്കേണ്ടതല്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, താങ്ക് യു.